എന്തോ മൂട്ടില് മഞ്ഞ മാറിയിട്ട് പോരെ മോനെ ചേച്ചിമാരുടെ ബ്രേസറിന്റെ അളവെടുക്കല്. ചേച്ചി, സിന്ധു ചേച്ചി, സിന്ധു ചേച്ചി, ചേച്ചി എന്താടാ? ഒന്ന് നിക്ക്. എന്താ? അല്ല എങ്ങോട്ടാ ഈ മണം വിട്ട പോലെ? എനിക്ക് വീട്ടിൽ ചെന്നിട്ടേ നല്ല പണിയുണ്ട് മണിക്കുട്ടാ. ഓ ചേച്ചി എന്താടാ? എനിക്ക് ചേച്ചിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? കാര്യം എന്ന് പറഞ്ഞാ കാര്യമായിട്ട് തന്നെ പറയാനുണ്ട്. നീ പറയടാ. പറയാ, പക്ഷെ എന്താണെന്നറിയില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ചേച്ചി മറ്റേ പി മധുസൂദനൻ നായരുടെ താടക, പിന്നെ ശൂർപ്പണക, സോംബി ഇതൊക്കെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ റീൽസിലില്ലേ പച്ച സാരി ആ ചോപ്പ് ബ്ലൗസ് എടുത്തിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു ലൈക്ക് ബട്ടൺ ഉള്ളതുകൊണ്ട് നീക്കി പൊട്ടിച്ചാലും പറഞ്ഞു. അത്ര ആത്മാർത്ഥം എനിക്ക്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താണെന്നറിയില്ല ചേച്ചി, എനിക്ക് ചേച്ചിനെ കാണുമ്പോൾ ഒരു ആവേശവും. എനിക്ക് ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അയ്യോ, അങ്ങനത്തെ ഇഷ്ടമല്ല ചേച്ചി. ഈ ചേച്ചി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമില്ലേ, ആ ഇഷ്ടമല്ല എനിക്ക് ചേച്ചിനോട്. പിന്നെ ഈ കല്യാണം കഴിക്കാൻ തോന്നുന്നൊരു ഇഷ്ടമില്ലേ, അതുമല്ല. എന്തോന്നോ അല്ല ചേച്ചി ഇങ്ങനെ വയലന്റ് ആവണ്ട. ആഹാ, ഞാനീ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ചേച്ചി അമ്പലത്തിൽ പോകുന്ന കാലം തൊട്ടേ എനിക്ക് ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ അമ്പലത്തിൽ പോയില്ലെങ്കിലും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. എടാ മനുക്കുട്ടാ, നീ എന്തൊക്കെ ഈ പറയുന്നേ? നിനക്ക് എൻ്റെ അനിയൻ്റെ പ്രായമല്ലേ? നീ ഒന്ന് പോയടാ. അങ്ങനെ പോകാൻ പറ്റൂല ചേച്ചി, കാരണം ചേച്ചി എൻ്റെ മനസ്സിൽ കയറിപ്പോയി. ഇനി എങ്ങനെ ഇറക്കി വിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ ചെക്ക, ഞാൻ നിന്റെ അമ്മേനോട് പറഞ്ഞു കൊടുക്കൂട്ടാ, ഒന്ന് പോയേ. അല്ല, ഇത് സ്ഥിരം ഇങ്ങനെ എല്ലാവരും പേടിപ്പിക്കാൻ പറയണതാണല്ലോ. എന്ത്? ഒരു കാര്യം പറയട്ടെ, ചേച്ചിനെ അമ്മനോടോ ഈ നാട്ടുകാരോടോ ആരോട് പറഞ്ഞാലും കുഴപ്പമില്ല. എനിക്കെന്തായാലും ഈ ഇഷ്ടം മൂടി വയ്ക്കാൻ പറ്റൂല. ഇനിയിപ്പോൾ ചേച്ചി എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ കെട്ടിക്കെടുക്കും. ചേച്ചി ഒരു കരുണ ഉണ്ടാകണം. ഇത്ര ആലോചിക്കാനൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ചേച്ചി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ അത് ആവേശത്തിൽ പറ്റിപ്പോയതാ. ചേച്ചി ഇങ്ങനെ എന്നെ അപമാനിച്ച് വിടരുത് ചേച്ചി. ചേച്ചിക്കൊരു കാര്യം അറിയോ, കുറേ നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ വളർന്ന് പന്തലിച്ച് വലിയൊരാളാവും. അപ്പം ചേച്ചിയുടെ ഈ പ്രായവും സൗന്ദര്യവും ഈ നടത്തവും ഭംഗിയും ഒക്കെ പോവും. അപ്പം ചേച്ചിക്ക് തോന്നും, ശേ ആ പാവം ചെറുക്കൻ എന്ത് രസമായിരുന്നു, അന്ന് നന്നായിട്ട് പറഞ്ഞതാണ്, സംസാരിച്ചതാണ്, അവനൊന്ന് വളഞ്ഞു കൊടുക്കായിരുന്നു തോന്നില്ലേ? അന്ന് റിഗ്രറ്റ് തോന്നുന്നേക്കാളും നല്ലതല്ലേ ഇപ്പം എന്നോടൊരു ഏത്? എടാ മനുക്കുട്ടാ, ഓ യേശുദാസ് പാട്ട് പാടുമ്പോഴുണ്ടല്ലോ, ആ നമ്മളും കൂടെ പാടും. ആ അന്നേരം നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര പാട്ടുകാരായിരിക്കും. യേശുദാസ് പാട്ട് പാടി നിർത്തുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലെ പാട്ടുകാരനും മരിക്കും. ചേച്ചി പറഞ്ഞത് കളറൊക്കെ ആയിട്ടുണ്ട്, കുറ്റം പറയല്ല. എനിക്ക് മനസ്സിലായില്ലോ. മനസ്സിലായില്ല? വിശദീകരിക്കാം. എന്തെന്ന് വെച്ചാ, ഈ പ്രായത്തില് പല ആൾക്കാരും പ്രേമിച്ച് നടക്കണം കാണുമ്പോഴുണ്ടല്ലോ, നമുക്കും പലതൊക്കെ ഒപ്പിക്കണമെന്ന് തോന്നും. ശരിയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുന്ന വെച്ചോ. ഓക്കെ. ആ ബസ്സിലെ ഡ്രൈവറിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ആ ബസ് ഓടിച്ച് എത്തേണ്ട അടുത്ത് എത്തിക്കാന്ന്. മനസ്സിലായോ എനിക്ക്? ചേച്ചി സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ രണ്ട് ഉദാഹരണങ്ങളും എനിക്ക് മനസ്സിലായില്ലേ ചേച്ചി? എന്നാ ഞാൻ നിനക്ക് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞുതരാം. റെഡിയല്ലേ? പറയച്ചേട്. എന്തോ മൂട്ടില് മഞ്ഞ മാറിയിട്ട് പോരെ മോനെ ചേച്ചിമാരുടെ ബ്രേസറിന്റെ അളവെടുക്കല്. മനഃപൂർവ്വം വെച്ചാല് സത്യം പറ. നോക്ക്, വീണപ്പോ അറിയാതെ ചുണ്ടും ചുണ്ടൊന്നും ഉരസിപ്പോയി.
ചെറിയൊരു കാലബദ്ധം. പ്ലീസ് സിസ്റ്ററെ. എടോ ഞാനൊരു കന്യാസ്ത്രീ അല്ലേ, താൻ എന്തിനാടോ എന്നെ ഉമ്മ വെച്ചത്? ഈശംശയ്ക്ക് സുധാരിക്കട്ടെ. ഇപ്പോഴും സുധാരിക്കട്ടെ. ഞാൻ ഇലക്ട്രീഷ്യൻ സാമൂല്. നമ്മുടെ ലൈറ്റ് കത്തുന്നില്ലെന്നോ ഫിലമെന്റ് അടിച്ചു പോയെന്നോ സന്തോഷേട്ടൻ പറഞ്ഞായിരുന്നു. അപ്പനൊരു കല്യാണത്തിന് പോയേക്കുവാ. ആണോ? അപ്പൊ രിസിച്ചോ? അമ്മയും പോയി. അയ്യോ, അന്ന് ഞാൻ പോയിട്ട് പിന്നെ വരാം, അത് നല്ലത്. വേണ്ട, എന്നാത്തിനാ? സാമൂല് വാ, ശരിയാക്കാം. ആണോ? ആ വാ. സിസ്റ്റർ ലീവിന് വന്നായിരിക്കും അല്ലേ? ആ, വലിയപ്പന്റെ മോന്റെ പട്ടം. ഏത്? നമ്മുടെ ജെയിംസ് അച്ഛന്റെ? ആണേ. അതെനിക്ക് തോന്നിയായിരുന്നു കേട്ടോ. സാമൂല് കുടിക്കാൻ വല്ലതും എടുക്കട്ടെ? വിരോധം ഇത്ര എത്ര ആഴ്ചത്തെ ലീവ് ഉണ്ട് സിസ്റ്ററെ? 2 ആഴ്ചത്തെ. സിസ്റ്ററെ ഇതൊന്നും പിടിച്ചോ, ഞാൻ ആ ലാടെടുക്കാൻ മറന്നുപോയി. സൂക്ഷിച്ച് പിടിക്കണേ. 11 സാമൂലെ. എവിടെ? ഇതെന്താ ഇവിടെ ഉണ്ട്? എന്താന്ന് അറിയത്തില്ല, 2 ദിവസമായിട്ട് ഇറങ്ങുന്നില്ല. സിസ്റ്ററെ ഓ, ഇത് മൊത്തം പോയി എടുക്ക. ഈ കാണുന്ന ഈ പെയിന്റ് മാത്രമേ ഉള്ളൂ സിസ്റ്ററെ. എനിക്ക് തോന്നുന്നു എന്റെ കപ്പാസിറ്റർ പോയിന്നാ. നന്നാക്കാൻ പറ്റുമോ? നോക്ക, ശരിയാക്കി തരാം. സാമൂല് കൈവച്ചതൊന്നും പാടില്ല. പിടിക്കണേ സിസ്റ്ററെ. ആ, പിടിച്ചിടുന്നു. സിസ്റ്ററെ, സിസ്റ്റർ, അയ്യോ. സിസ്റ്ററെ സോറി സിസ്റ്ററെ, അറിയാണ്ട് പറ്റിപ്പോയതാ സിസ്റ്ററെ. താനൊന്നും പറയണ്ട. അങ്ങനെ പറയില്ല സിസ്റ്ററെ. സിസ്റ്റർ തനിച്ചാക്കിട്ട് ഞാൻ എങ്ങനെ പോകും? സിസ്റ്ററെ, ഇത്രയും നാളത്തെ എൻ്റെ പണിയിൽ ഇതുപോലത്തെ അനുഭവം ആദ്യമായിട്ടാ സിസ്റ്ററെ. കസേരയ്ക്ക് അറിയില്ലല്ലോ. അയ്യോ സിസ്റ്ററെ, കർത്താവാണ് സത്യം സിസ്റ്ററെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. കസേരയ്ക്ക് അറിയില്ലല്ലോ ഇത് സിസ്റ്ററാണെന്നും ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്നും. സിസ്റ്ററെ, ഒരു കാലബദ്ധം. താൻ എന്താ ചെയ്തെന്ന് എനിക്കറിയോ? താൻ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തേ? സിസ്റ്ററെ, ഞാൻ പറഞ്ഞില്ലേ. ഒന്നും പറയണ്ട സിസ്റ്ററെ എന്നെ ടെൻഷൻ ആക്കല്ലേ ഓടോ. സിസ്റ്ററെ. എടോ, ഞാൻ കർത്താവിന്റെ മണവാട്ടിയാണ്. ഞാൻ ഇനി എങ്ങനെ കർത്താവിന്റെ മുഖത്ത് നോക്കും? സിസ്റ്ററിന് കർത്താവിന്റെ മുഖത്ത് നോക്കണതാണോ മദർ സുപ്പീരിയറിന്റെ മുഖത്ത് നോക്കണതാണോ പ്രശ്നം? ഇപ്പോ രണ്ടും. സിസ്റ്ററിന് ഒന്നും സംഭവിച്ചിട്ടില്ലേ? ആപത്തിൽ പാപില്ലാന്ന് സിസ്റ്റർ കേട്ടിട്ടില്ലേ? അതിനങ്ങനെ കണ്ടാൽ മതി സിസ്റ്ററെ. ഒന്ന് കുമ്പസാരി തീരാന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ല, എനിക്ക് പറ്റില്ല. പൊറുക്കില്ല കേട്ടോ, ഇതൊരു ആക്സിഡന്റിൽ നടന്ന കാര്യമാണ്. സിസ്റ്റർ അതിനെ അങ്ങനെ കണ്ടാ പോരെ. തനിക്ക് എന്തും പറയാം. നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, പോയത് എന്റെ കന്യാത്വല്ലേ. സിസ്റ്റർ ഇത് എങ്ങോട്ടേക്ക് കയറി പോകുന്നേ? ഈ ഒരു ചെറിയ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആക്സിഡന്റിൽ നടന്ന ഒരു കാര്യമാണെന്ന്. സിസ്റ്ററെ, നിങ്ങൾ ഇങ്ങനെ കരയല്ലേ? സിസ്റ്റർ അറിയാൻ വേണ്ടി ഞാനൊരു വലിയൊരു തത്വം പറയാം. എന്താ? ഈ ഉമ്മകള് പലവിധമുണ്ട്. ഇപ്പോ പിള്ളേർ ഉമ്മയ്ക്കില്ലേ, അതെന്തുകൊണ്ടാ? ഒരു വാത്സല്യം കൊണ്ടല്ലേ? ഞാൻ പിള്ളേരല്ല, ഒരു കന്യാസ്ത്രീയാണ്. ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. അതുപോലെ നമ്മുടെ അപ്പനെ അമ്മനും ഉപയോഗിക്കില്ല, അതെന്തുകൊണ്ടാ? അതൊരു സ്നേഹം. അതുപോലെ നമ്മുടെ ഭാര്യമാരെ ഉപയോഗിക്കും. ഭാര്യമാരല്ല, ഭാര്യനെ. അതെന്താ? അതൊരു പ്രണയം. അപ്പോ ഈ അതുപോലെ ഒരു സാഹചര്യത്തില് അതൊക്കെ ശരിയാണ്. എന്നാൽ താൻ എന്നെ വെച്ച് ഈ ഉമ്മ ഞാൻ ഏത് കണക്ക് കൊള്ളിക്കും? സിസ്റ്ററെ, നിങ്ങളൊന്ന് അടങ്ങ്. എല്ലാ ഉമ്മയുടെ പിറകില് ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉമ്മയ്ക്ക് പിന്നില് ഒരു ഉദ്ദേശം ഇല്ലാത്ത കാരണം ഈ ഉമ്മ സാധുവാണ്. ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഈക്വൽ ടു പോസിറ്റീവ് കേട്ടിട്ടില്ലേ? ആണോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ കുമ്പസരിച്ച പൊക്കോളൂല്ലേ? പിന്നെ വാ കഴിക്കാൻ പോലും പോവും. പിന്നെയാ കുമ്പസാരം. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഓക്കെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സിസ്റ്ററെ. ഫാനിന്റെ കപ്പാസിറ്റർ ഞാൻ സിസ്റ്റർ പോയി കഴിഞ്ഞിട്ട് പിന്നെ ശരിയാക്കി തരാം. മനപ്രയാസമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. പോട്ടെ സിസ്റ്ററെ. പിന്നെ എഴുതാൻ മറക്കരുത്. അപ്പോ സാമൂല് പറഞ്ഞ എല്ലാം എനിക്ക് മനസ്സിലായി. ഉമ്മകളുടെ മനഃശാസ്ത്രം എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ? താനെന്നെ ഉമ്മ വെച്ചതിന്റെ ഇടയ്ക്ക് എന്റെ ചന്തിക്ക് കയറി പിടിച്ചെന്തിനാ? അതിന്റെ ക്ലാരിഫിക്കേഷൻ കൂടി തന്നിട്ട് പോവോ?